Good evening. Good evening, ma'am. 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 Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening. എല്ലാവർക്കും good evening കേട്ടോ. Good evening, ma'am. Good evening. ഇന്നുണ്ടോ? ഒരു സ്ട്രക്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ മേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സില് ഉണ്ട്. ഇന്ന് ആരാണ്? എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ നിങ്ങൾ അതുപോലെ തന്നെ? അന്ന് ചെയ്ത പോലെ തന്നെ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു ദിവസം മുടക്കം വരാറില്ല. തലേ ദിവസം നിങ്ങൾ ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്യോ അല്ലേ? ഇന്ന ആളുകളാണ് ചെയ്യേണ്ടതെന്ന് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay, ma'am. Good evening, ma'am. ഇന്നത്തെ പ്രയർ വിനീത. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ നൽകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാനന്ദഹീനരായോരു ജീവിക്കാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങൾ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Okay, thank you, Vinita. അടുത്ത thought of day, Akila. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ദേഷ്യം കൊണ്ട് ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് പറയും. അതിനെ പറ്റിയൊരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ഒരിടത്തൊരു വളരെ മോശം സ്വഭാവമുള്ള ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു. അപ്പൊ ഇവന്റെ സ്വഭാവം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണമെന്ന് അവന്റെ അച്ഛൻ തീരുമാനിക്കുകയാണ്. ഒരു ദിവസം അദ്ദേഹം അവനെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഒരു ആണിക്കും ചുറ്റികയും കുറച്ച് ആണിയും കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്തുള്ള ഒരു മേശ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് പറയും, നിനക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഓരോ ആണി വീതം നീ ഈ മേശയിൽ അടിച്ചോളാൻ പറയും. ആദ്യ ദിവസങ്ങളിലെല്ലാം അവൻ ആ മേശയിൽ 37 ആണികൾ വരെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഏതാനും ആഴ്ചകൾ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ അവന്റെ ദേഷ്യം കോപം ഇങ്ങനെ നിയന്ത്രിക്കാൻ അവൻ തുടങ്ങി. അവൻ മേശയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ആണിയുടെ എണ്ണം പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. ആണി മേശയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പം തനിക്ക് തന്നെ ദേഷ്യം നിയന്ത്രിക്കുന്നതാണെന്ന് അവന് തന്നെ തോന്നി തുടങ്ങി. ഒടുവിൽ ഒട്ടും ദേഷ്യം വരാത്തൊരു ദിവസം വന്നു. അവൻ തന്റെ അച്ഛനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ദേഷ്യമേ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിനക്ക് ദേഷ്യം വരാത്ത ദിവസങ്ങളിൽ നീ അടിച്ചു വെച്ച ആണികളിൽ ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി. ഒടുവിൽ എല്ലാ ആണികളും അവൻ പറിച്ചെടുത്തു കഴിഞ്ഞു. അവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ, ഞാൻ എല്ലാ ആണികളും പറിച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അവനെയും കൊണ്ടിട്ട് ആ മേശ കിടന്ന റൂമിലേക്ക് കൊണ്ടു ചെല്ലും. എന്നിട്ട് പറയും, നീ അടിച്ച ആണികൾ മുഴുവൻ നീ പറിച്ചെടുത്തു, പക്ഷെ ആ ആണി അടിച്ചപ്പോൾ ഉണ്ടായ ഓരോ ദ്വാരവും അവിടെ തന്നെ ഉണ്ട്. അതുപോലെയാണ് നീ പറയുന്ന ഓരോ വാക്കുകളും. അത് ഓരോരുത്തരുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകള് നിനക്ക് പിന്നീട് മാറ്റാനായിട്ട് കഴിയില്ല. നമ്മുടെ ദേഷ്യം കൊണ്ടോ നമ്മൾ പെട്ടെന്നുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവരുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം എന്ന് അവനോട് പറഞ്ഞു. അതുപോലെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ വലിയൊരു പുഴയിലേക്കോ കടലിലേക്ക് എറിയുന്ന ഒരു കല്ല് പോലെയാണ്.
അത് എത്രത്തോളം ആഴത്തിലേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാവില്ല, തിരിച്ചെടുക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ദേഷ്യവും മറ്റും എല്ലാം കൺട്രോൾ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു മാം. Okay, thank you, Akila. Sign in Seena. ഹലോ മാം, കേൾക്കണുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കണോ? ആക്കിക്കോളൂ. വലിയ പ്രിപ്പയർ ഒന്നല്ലേ? Good evening, ma'am. Good evening, everybody. I welcome you all to Montessori class. ഇതൊരു ചെറിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വാക്ക് കണ്ടുപിടിക്കല്ലേ. പിന്നെ 5 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. അതിന്റെ 1ാമത്തെ അക്ഷരം പോയാലും 3ാമത്തെ അക്ഷരം പോയാലും 5ാമത്തെ അക്ഷരം പോയാലും പ്രൊനൗൺസേഷൻ ഒന്നല്ലേ, ഒരേ ഉച്ചാരണം. ഏതാണ് ആ വാക്ക്? ഒന്നും കൂടി പറയോ? 5 ലെറ്റേഴ്സുള്ള ഇംഗ്ലീഷ് വാക്ക് വേർഡ്, 5 അക്ഷരം. 1ാമത്തെ അക്ഷരം പോയാലും 3ാമത്തെ അക്ഷരം പോയാലും 5ാമത്തെ അക്ഷരം പോയാലും ആ പ്രൊനൗൺസിയേഷൻ മീൻസ് ഉച്ചാരണം ഒന്നല്ലേ. ഒരാള് മെസ്സേജിൽ ഇട്ടിട്ടുണ്ട് ആൻസർ. എംറ്റി ആണോ? യെസ്, എംറ്റി. ആരത്? രമ്യ. രമ്യ, കൺഗ്രാറ്റ്സ്. ഓക്കെ, കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. Thank you, Seena. Ma'am, Unit 6, Structure of the Classroom Using the Blackboard. അതുവരെയാണ് എടുത്തിട്ട് നിർത്തിയത് മാം. അപ്പോ ശാന്തി, വിനീത നല്ല അടിപൊളി സൗണ്ട് ആണ് കേട്ടോ, നല്ല ശബ്ദം കേൾക്കാനായിട്ട്. താങ്ക് യു മിസ്. പിന്നെ അഖില, ഷീന, എല്ലാവർക്കും താങ്ക് യു കേട്ടോ, നന്നായിട്ട് ചെയ്തു. ഈ ഗെയിം അടിപൊളിയാണ് കേട്ടോ. ഇപ്പൊ ഷീന ഈ ലെറ്റർ വെച്ചിട്ട് അങ്ങനെ ഇടയ്ക്ക് കൊണ്ടുവരുമായിരുന്നെങ്കിലും ഒക്കെ നല്ലതല്ലേ. ബുദ്ധിയും കൂടെ നമ്മുടെ ഓരോ ദിവസം തോറും ഇങ്ങനെ ചിന്തിച്ച് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ഗെയിംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നല്ല രസമല്ലേ. ഇപ്പൊ നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞപ്പോ തന്നെ നമ്മൾ എന്തോരം ചിന്തിച്ചു, പക്ഷെ പെട്ടെന്ന് സ്റ്റെപ്പ് ആയില്ലേ. എന്താ ഇടക്ക് വരാന്ന്. ഓക്കെ ഓക്കെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്. നമ്മൾ യൂസിങ് ദ ബ്ലാക്ക് ബോർഡ് വരെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇനി ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നത് നോർമൽ ലൈറ്റ് ആണ് ക്ലാസ് റൂമിന് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ലൈറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നോർമൽ ലൈറ്റ് ആണ് ക്ലാസ് റൂമിന് വേണ്ടതെന്ന് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കാം നോർമൽ ലൈറ്റ് വേണമെന്ന് പറയുന്നേ? ഭയങ്കര എന്താ പറയാ, ഭയങ്കര ലൈറ്റ് ഉള്ളതും അല്ലെങ്കിൽ ലൈറ്റ് കുറവായിട്ടുള്ളതും അങ്ങനെയുള്ളൊരു ഇതാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? എന്താ പറ്റുക? ലൈറ്റ് കൂടിയാലും പ്രശ്നമാണ്, ക്ലിയർ അല്ലെ, തിളക്കം. ലൈറ്റ് കൂടിയാലും പ്രശ്നമാണ്, ലൈറ്റ് കുറഞ്ഞാലും പ്രശ്നമാണ്. എങ്ങനെയാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത് ലൈറ്റിൻ്റെതായിട്ടുള്ളതും കൊണ്ട്? എന്താ ഉണ്ടാവുന്നത് കുട്ടികൾക്ക്?
എന്തുണ്ടാവുക? അവരുടെ വിഷന് പ്രോബ്ലം വരും. വിഷന് പ്രോബ്ലം വരും അല്ലെ? ഓക്കെ. അപ്പൊ വെളിച്ചം എന്ന് പറയുന്നത്, ലൈറ്റ് എന്ന് പറയുന്നത് കൂടുതലാവാനും പാടില്ല, അതുപോലെ തന്നെ കുറവാകാനും പാടില്ല. നമ്മള് കുട്ടികളോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ, നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എന്താ പറയാ, ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അമിതമായ വെട്ടത്തിലോ നമ്മൾ ഇത് പഠിക്കാനായിട്ട് പാടുള്ളതല്ല. എപ്പോഴും നമ്മൾ നോർമൽ ലൈറ്റിൽ വേണം ഇരുന്ന് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഐ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഐ വിഷന്റേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരുന്നതായിരിക്കും. അപ്പൊ ക്ലാസ് റൂമിൽ നമ്മൾ നോർമൽ ലൈറ്റ് ആണ് എപ്പോഴും ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബോർഡിന്റെ ബാക്കിലോ അല്ലെങ്കിൽ ബോർഡിന് ഓപ്പോസിറ്റ് ആയിട്ടോ നമ്മൾ ലൈറ്റ് ഒരിക്കലും ഫിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന ബ്ലാക്ക് ബോർഡിന്റെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് ഈ ഒരു ലൈറ്റിന്റെ അറേഞ്ച്മെന്റ് നൽകാനായിട്ട് പാടുള്ളതല്ല. പകരം സൈഡ് ലൈറ്റിംഗ് ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ക്ലാസ് റൂമിൽ തന്നെ സൈഡിൽ എന്ത് ചെയ്യാം, ലൈറ്റിംഗിന്റെ സംവിധാനം ചെയ്തു കൊടുക്കാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ദെൻ പലതരത്തിലുള്ള ലൈറ്റിംഗ് ആണ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ ലൈറ്റിംഗ്, ട്യൂബ് ലൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള. ട്യൂബുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും, ട്യൂബുകൾ നമ്മുടെ വീടുകളിലായാലും അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ, നമ്മുടെ സ്കൂളിൽ നോക്കിയാൽ എപ്പോഴും കൂടുതൽ ട്യൂബ് ലൈറ്റുകളാണ് കാണപ്പെടുക. അതുപോലെ തന്നെ അതിന്റെ എന്താ പറയാ, ആ ഒരു ഗ്ലെയർ ഉണ്ടല്ലോ, തിളക്കം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും ട്യൂബ് ലൈറ്റിന്റെ. ദെൻ സ്പോട്ട് ലൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്? സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പോട്ട് ലൈറ്റ്? എന്താണ് സ്പോട്ട് ലൈറ്റ്? ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ. സ്പോട്ട് ലൈറ്റിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ സ്പോട്ട് ലൈറ്റും എന്ത് ചെയ്യാറുണ്ട്? ക്ലാസ് റൂമിൽ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാറുണ്ട്. അതും എന്താണ്, അത്യാവശ്യം എന്താ പറയാ, ഗ്ലെയർ നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ബോർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഫ്ലോറിൽ കെപ്റ്റ് ചെയ്യാൻ പാടില്ല. ബോർഡ് നമ്മൾ എപ്പോഴും ഫ്ലോറിൽ സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. അതാണ് അവിടെയാണ് അത് വെക്കേണ്ടത്. ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് തറയിലേക്ക്, അതായത് ഏറ്റവും താഴെ കൊണ്ടുപോയി ബോർഡൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. എപ്പോഴും ക്ലാസ് റൂമിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്കാണ് എന്ത് പറ്റാത്തത്, ശരിയായിട്ട് ബോർഡിൽ എഴുതുന്ന കാര്യം വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ഏറ്റവും അടിയിൽ അല്ലെങ്കിൽ ഫ്ലോറിൽ കൊണ്ടുപോയി എന്ത് ചെയ്തത്, ബോർഡ് കെപ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. അപ്പോ ലൈറ്റിങ്ങിന്റെ അറേഞ്ച്മെന്റും അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡ് എവിടെയാണ് ശരിയായിട്ട് പൊസിഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യവും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒന്ന് നിങ്ങൾ വായിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യുക. വായിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ക്ലിയർ ആവുള്ളൂ. റീഡ് ചെയ്യുക കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുട്ടികൾ ഇരിക്കുന്ന ആ ഒരു രീതിയാണ് പറയുന്നത്. എങ്ങനെയാണ് അവര് ക്ലാസ് റൂമിൽ ഇരിക്കുക, എന്താണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് എന്ന് കേട്ടോ.
അപ്പൊ ഇവിടെ മോണ്ടിസോറി രീതി ഉപയോഗിച്ച് അല്ലെങ്കിൽ മോണ്ടിസോറി രീതി അനുസരിച്ച് വിദ്യാർത്ഥികൾ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് ഫ്ലോറിൽ ഇരിക്കേണ്ടത്. ഓക്കെ, അവർ സ്വതന്ത്രമായിട്ട് എന്തിരിക്കണം? തറയിലിരിക്കണം. അവർക്ക് കിടക്കാനും അല്ലെങ്കിൽ പുറകിലേക്ക് തിരിയാനും റെസ്റ്റ് ചെയ്യാനും കഴിയുന്ന വിധത്തിലായിരിക്കണം അവർക്ക് എന്താ പറയാ ആ ഒരു അറേഞ്ച്മെന്റ് അവിടെ ചെയ്യേണ്ടത്. അതായത് അവര് തറയിൽ അല്ലെങ്കിൽ എന്താ പറയാ മാറ്റൊക്കെ വിരിച്ച് തറയിൽ അവര് ഇരിക്കുമ്പോൾ അവർക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറകിലൊക്കെ തിരിയാനൊക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം അറേഞ്ച്മെന്റ് ചെയ്യേണ്ടത് കേട്ടോ. ശരിക്കും ഫ്ലോറിലാണ് എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ഫ്ലോറിലാണ് മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് ചെയ്യുക. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ ആ കുട്ടികൾ തറയിലാണ് ഇരിക്കേണ്ടതെന്നാണ് പറയുന്നത് ഇവിടെ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നഴ്സറി രീതിയിലാണ് മാറ്റ് വിരിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ നഴ്സറി അല്ലെങ്കിൽ അംഗൻവാടികളിലൊക്കെ എങ്ങനെയാണ് മാറ്റ് വിരിക്കുന്നത്, അല്ലെങ്കിൽ LKG UKG ചില കുട്ടികൾക്ക് എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് റെസ്റ്റിംഗ് ടൈം കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക ഓരോ സ്കൂളിലും നമ്മൾ ചെയ്യേണ്ടതാണ് പറയുന്നത്. നഴ്സറി രീതിയിലാണ് മാറ്റ് വിരിക്കേണ്ടത്. പിന്നെ കുട്ടികൾ തന്നെ മാറ്റ് ഫോൾഡ് ചെയ്യുകയും അൺഫോൾഡ് ചെയ്യുകയും ചെയ്യും. അതായത് വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങൾ ഇത് കഴിയുമ്പോൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഞാൻ പഠിപ്പിക്കും ഈ ഒരു മൊഡ്യൂളൊക്കെ തീർന്നതിന് ശേഷം. അപ്പോ അതിനുശേഷം എന്താണ് അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ മെറ്റീരിയൽസിനും നമ്മൾ മാറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം മാറ്റ് എങ്ങനെ ഫോൾഡ് ചെയ്യാം, മാറ്റ് എങ്ങനെ അൺഫോൾഡ് ചെയ്യാം, കറക്റ്റ് ആയിട്ട് ഫിംഗർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോ ഇതിനകത്ത് ഈ കുട്ടികൾ തന്നെയാണ് എന്ത് ചെയ്യുക ഈ മാറ്റ് ഫോൾഡ് ചെയ്യുകയും അൺഫോൾഡ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. മാറ്റ് വിരിക്കുന്നതും അതുപോലെ തന്നെ നിവർത്തുന്നതും ചുരുട്ടുന്നതും ഒക്കെ ആര് തന്നെയാണ്, കുട്ടികൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ബെഞ്ചുകളുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. അതായത് ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഉള്ള ബെഞ്ചും ഡെസ്കും ആയിരിക്കില്ല കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് നമ്മൾ യൂസ് ചെയ്യാം. ഇനി അതിനേക്കാളും വലിയ കുട്ടികളായി കഴിഞ്ഞാല് എന്താണ് അവർക്ക് ഉപയോഗിക്കുന്ന ബെഞ്ചും ഡെസ്കും ആയിരിക്കില്ല വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുക. അതായത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതായത് LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ബെഞ്ചും ഡെസ്കും ആയിരിക്കില്ല UPയിൽ ഉപയോഗിക്കാം. UPയിൽ ഉപയോഗിക്കുന്നതായിരിക്കില്ല ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറിയിലൊക്കെ ഉപയോഗിക്കാം. അപ്പൊ ആ ഒരു ബെഞ്ചും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പ്ലാറ്റ്ഫോം ബെഞ്ചസ് ഇരിക്കാനും ക്വാർട്ടർ ബെഞ്ച് എഴുതാനും ഉപയോഗിക്കുന്നതെന്നാ പറയാ. ഓക്കെ, അതായത് ആ ബെഞ്ചിനെ അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതിനകത്ത് പ്ലാറ്റ്ഫോം ബെഞ്ചസ് ഇരിക്കാനും ക്വാർട്ടർ ബെഞ്ച് എഴുതാനും ഉപയോഗിക്കുന്നു ആദ്യത്തെ സ്റ്റെപ്പിൽ. നെക്സ്റ്റ് ക്ലാസ് എത്തുമ്പോൾ ക്വാർട്ടർ ബെഞ്ച് ഇരിക്കാനും ഹാഫ് ബെഞ്ച് എഴുതാനും ഉപയോഗിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയോ എങ്ങനെയാ ഇവിടെ പറയുന്നതെന്ന്. ആദ്യം പറഞ്ഞു ഫസ്റ്റ് ലെവലിൽ പറഞ്ഞു പ്ലാറ്റ്ഫോം ബെഞ്ച് ഇരിക്കാനും ക്വാർട്ടർ ബെഞ്ച് എഴുതാനും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് അത് ഓരോ ക്ലാസ് കയറും തോറും നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാർട്ടർ ബെഞ്ച് ഇരിക്കാനും അതുപോലെ ഹാഫ് ബെഞ്ച് എഴുതാനും ഉപയോഗിക്കും. നെക്സ്റ്റ് ലെവലില് ഹാഫ് ബെഞ്ച് ഇരിക്കാനും ഫുൾ ബെഞ്ച് എഴുതാനും ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് അതായത് ഹൈ ക്ലാസ്സസിൽ എന്തൊക്കെയാണ്, ഹൈ ക്ലാസ്സസ് എത്തുമ്പോൾ ഫുൾ ബെഞ്ചസ് ആൻഡ് ഡെസ്കുകളാണ് ഉപയോഗിക്കുക. ഇങ്ങനെയാണ് ഒരു ലെവൽ വരിക കേട്ടോ. തീരെ കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കില്ല, വലിയ ബെഞ്ചും ഡെസ്കും ഒന്നും കൊടുക്കില്ല അല്ലെ. അവരുടെ ആ പൊക്കത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മള് ബെഞ്ചൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, ഡെസ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോ ആ ഒരു വലിയ ക്ലാസ്സിൽ എത്തുമ്പോഴാണ് വലിയ വലിയ ഡെസ്കുകളും ബെഞ്ചുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചില ക്ലാസ് റൂമിൽ നമ്മൾ കാണുന്നുണ്ട് ഇൻഡിവിജ്വൽ ചെയേഴ്സ് കൊടുക്കാറുണ്ട്, ടേബിളുകളൊക്കെ അല്ലെ. നമ്മൾ ചില സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, വലിയ വലിയ സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കുട്ടികൾക്കും ഓരോ ടേബിളും ഒരു ചെയറും ഉണ്ടാവും അല്ലെ. അവരുടേതായിട്ടുള്ള സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അറേഞ്ച്മെന്റ് ഒക്കെ അതിനകത്ത് ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ചെയേഴ്സ്, ടേബിൾ എന്നിവ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിലൂടെ കുട്ടികൾക്ക് കുറച്ച് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അതായത് അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് തന്റേതായിട്ടുള്ള ഒരു ഇരിപ്പിടം കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ.
തന്റേതായിട്ടൊരു മാത്രം ഒരു ഏരിയ കിട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവർക്ക് കോൺഫിഡൻസ് കൂടും, അവർ കുറച്ച് ഇമ്പ്രൂവ് ആവും, കോർഡിനേഷൻ കൂടുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മൾക്കായാലും അങ്ങനെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതോ ഒരു ഇതില് ഒരു സ്റ്റാറ്റസിൽ ഞാൻ കണ്ടതാണ്, നമ്മുടെ ഏതാണ് പാർവതി, നമ്മുടെ ആക്ട്രസ് ഉണ്ടല്ലോ, അവര് പറഞ്ഞാണ് സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു ജോലിയും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ബെഡ്റൂമും ഉണ്ടായിരിക്കണം എന്ന്. സ്വന്തമായിട്ടൊരു മുറിയും സ്വന്തമായിട്ടൊരു ജോലിയും ഉണ്ടെങ്കിൽ സ്ത്രീ പൂർണ്ണതയിൽ എത്തിയെന്നാ പറയാ. അങ്ങനെ ഉണ്ടാകാത്ത കുറേയധികം ആളുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ഇടയിൽ. സ്വന്തമായിട്ടൊരു റൂമോ അല്ലെങ്കിൽ ചില ആളുകളുടെയൊക്കെ വീടുകൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്, ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകളുടെയൊക്കെ വീട് ചിലപ്പോൾ ഒറ്റ മുറിയൊക്കെ ആയിരിക്കും, കിച്ചണും അതുപോലെ തന്നെ റൂമൊക്കെ വരുന്നത് ഒറ്റയായിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാല് അവര് ആ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നവരായിരിക്കും. ഇവർക്ക് എന്താ പറയാ, തനിയെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എഴുതണമെങ്കിൽ കൂടി എന്താണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്രീഡം ഇല്ല. അപ്പൊ ഒരു സ്ത്രീ പൂർണ്ണതയിൽ എത്തുന്നത് അവൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാവുക, അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു മുറി ഉണ്ടാവുക. അവര് പറഞ്ഞ 2 വേർഡുകളാണത്. അപ്പൊ ഞാനും അത് ചിന്തിച്ചു, ശരിയാണ് അവര് പറഞ്ഞത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സ്റ്റാറ്റസിൽ കണ്ടതാണ് ഞാൻ. ഏത് സിനിമയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അവര് തനിയെ പറഞ്ഞതാണോ അല്ലെങ്കിൽ സിനിമയിൽ പറയുന്നതാണോ അതൊന്നും അറിയില്ല. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കേക്കട്ടെ ഞാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല മിസ്സേ, സ്വന്തമായിട്ടുള്ള ജോലി നല്ലതാണ്. പക്ഷെ സ്വന്തമായിട്ട് കിട്ടുന്ന വരുമാനം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നതിലാണ് ഒരു പൂർണ്ണത ഞാൻ അറിയുന്നുള്ളൂ. കാര്യം മിക്കവർക്കും ജോലി ഉണ്ടെങ്കിലും അത് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെലവഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ഹസ്ബൻഡോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാറില്ല. ഭൂരിഭാഗം പേർക്കും ജോലി ചെയ്യുന്നുണ്ട്, അത് ശരിയാണ്. അതിലൊരു ഇത് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ സമീന പറഞ്ഞത് ശരിയാണ്. പക്ഷെ പറഞ്ഞ ക്യാഷിന്റെ കാര്യത്തിൽ ശരിയാണ്. പക്ഷെ ബാക്കി ജോലിക്ക് പോകുമ്പോ വളരെയേറെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിപ്പോ വീട്ടിലിരിക്കുന്നവർക്ക് കിട്ടില്ല. പല സ്വാതന്ത്ര്യം ഉണ്ട്, എന്താ സംസാരം, നല്ല ആളുകളായിട്ട് പരിചയപ്പെടാം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പൈസയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല, അത് ചിലപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്, അങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ ഇപ്പൊ മാം പറഞ്ഞ പോലെ ഈ ഒരു മുറി അത് അത്യാവശ്യമാണ്. സത്യം പറഞ്ഞ ഞാനൊക്കെ എനിക്കൊക്കെ കല്യാണത്തിന് മുമ്പ് കിട്ടാത്ത ഒരു സംഭവമാണത്. കല്യാണത്തിന് ശേഷം എല്ലാ സ്വാതന്ത്ര്യവും അവിടെ നിന്ന് തൊട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ പൊതുവായിരുന്നു. ഞങ്ങളെ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ മുറിയിൽ എല്ലാവരും കൂടെ 4 പേരായിരുന്നു ഞങ്ങള്. 4 പേരും മക്കള്, അച്ഛനും അമ്മയും ഒരു മുറിയിലാണ് കിടന്നിരുന്നത് ഒക്കെ. അപ്പൊ നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പറഞ്ഞ പോലത്തെ എല്ലാ ഇതൊന്നും കിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ശരിയാണ്, ഒരു മുറിയും ഒരു ജോലി ഉണ്ടെങ്കിൽ കറക്റ്റാണ് ആ പറഞ്ഞത്. വേർഡ് കറക്റ്റാണ്. അതായത് വളരെയധികം നമ്മളെ സംബന്ധിച്ച് ഒരു മുറി എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ് അല്ലെ. നമ്മള് ആ വന്ന് കയറുന്നത്, നമ്മളിപ്പോ എവിടെ പോയാലും ജോലിക്ക് കയറിയാലും പുറത്തേക്ക് പോയാലും ഒക്കെ നമ്മൾ ആ വന്ന് കയറുന്നത് നമ്മുടെ മുറിയിലോട്ടാണ്. അപ്പൊ എത്രമാത്രം പ്രൈവസി അല്ലെങ്കിൽ എത്രമാത്രം സന്തോഷം നമുക്ക് ആ മുറി തരുന്നുണ്ടെന്ന് അത് ഫീൽ ചെയ്തവർക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു ഇതിലൂടെ അനുഭവിച്ചവർക്ക് മാത്രമാണ് ആ ഒരു മുറിയുടെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. ആ ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോ അവിടെ പറഞ്ഞ പോലെ, കുട്ടി പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിക്ക് കല്യാണത്തിന് മുമ്പ് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പൊ കല്യാണത്തിന് ശേഷം അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര സ്വർഗമായിട്ടാ കുട്ടിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുക കേട്ടോ. ആ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഉള്ളവർക്ക് അതിന്റെ വില ഒരിക്കലും അറിയാനായിട്ട് പറ്റില്ല. ഇപ്പൊ കണ്ണ് ഉള്ളവർക്ക് കണ്ണിന്റെ വില അറിയില്ല. കണ്ണ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് എത്രമാത്രം അത് നമുക്ക് വാല്യുബിൾ ആണെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെയാണ് ജോലി കേട്ടോ. ജോലി ഉള്ളപ്പോൾ പക്ഷെ ഡിഫറൻസ് ഉണ്ട്. ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയാ അച്ചീവ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ആ ഒരു ജോലിയിൽ ബ്രേക്ക് വന്നു അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും നിലനിന്ന് പോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, രമ്യ സജീവൻ എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചറെ പറഞ്ഞോളെ, ഒരു സ്ത്രീക്ക് ജോലി വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ റൂം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കുറെ ഈ ടീച്ചർ പറഞ്ഞ സ്റ്റാറ്റസ് കാണുമ്പോഴും പിന്നെ അതെല്ലാം റീൽസ് കാണുമ്പോ കാണാം
പെൺകുട്ടികൾക്ക് എപ്പോഴും അവരുടെ വീട്ടിൽ സ്വന്തമായിട്ടൊരു റൂം അവർക്ക് അത് വളരെ സേഫ് ആണെന്നുള്ളൊരു ഇതിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ കാണാം. പക്ഷെ പെൺകുട്ടികളെ ഒട്ടുമിക്ക വീടുകളും പെൺകുട്ടികളെ കെട്ടിച്ചുവിട്ട ഉത്തരവാദിത്തം കഴിഞ്ഞ് എന്നുള്ള നിലയിലാണല്ലോ. അപ്പൊ അതൊരു ഒരു റൂം, ആ റൂം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രൈവസി മാത്രമല്ല, അവർക്ക് പെൺകുട്ടികളെ കെട്ടിച്ചിട്ട് അവരുടെ വീട്ടിൽ കയറി ചെല്ലാനും അവർക്ക് ആ ഒരു റൂമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷമായിരിക്കും. അതങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് കണ്ടപ്പോ എനിക്ക് അപ്പോഴും ഞങ്ങളാ ചിന്തിച്ചത്, ജോലി വളരെ അത്യാവശ്യമാണ്, സ്ത്രീകളെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു ജോലി. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. പിന്നെന്താ പറയുന്ന അവിടെ, അതായത് നോർമൽ ടേബിൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലായിരിക്കും അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ചില ക്ലാസ് റൂമുകളിൽ സ്കൂളുകളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് വലിയ വലിയ സ്കൂളിൽ CBSE സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള, അതായത് ആ ഒരു ടേബിളിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കാം അല്ലെങ്കിൽ റൗണ്ട് ആയിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ക്ലാസ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് U അല്ലെങ്കിൽ G ഷേപ്പിലായിരിക്കും. കുട്ടികളെ അറേഞ്ച് ചെയ്ത് അവിടെ ഇരുത്തിരിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒന്നില്ലെങ്കിൽ ഇത് U ഷേപ്പ് ആകാം അല്ലെങ്കിൽ ഇത് G ഷേപ്പ് ആകാം. അപ്പൊ ആ രണ്ട് ഷേപ്സുകൾ അവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്ങനെയാണ് ക്ലാസ് റൂം അറേഞ്ച്മെന്റിൽ എങ്ങനെയാണ് കുട്ടികളെ അവരുടെ സിറ്റിങ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാല് അതിനകത്ത് ആൻസർ ആയിട്ട് വന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ U ഷേപ്പ് അല്ലെങ്കിൽ G ഷേപ്പ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ. ദെൻ അടുത്തത് പറയുന്നത് ഇവിടെ സ്ക്വയർ ഫീറ്റ്, ഒരു കണക്ക്, ഒരു കാൽക്കുലേഷൻ പറയുന്നുണ്ട് ഇവിടെ. ഒരു സ്റ്റുഡന്റിന് 3x2, അതായത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, നീളം ഇൻറ്റു വീതി എന്ന് പറയില്ല, നമ്മള് ചെറിയ ക്ലാസ്സിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചെറിയ ക്ലാസ്സിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും അല്ലെ. നീളം ഇൻറ്റു വീതി അഥവാ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. അപ്പൊ ഒരു കുട്ടിക്ക് വേണ്ട സീറ്റിംഗ് അറേഞ്ച്മെന്റിന് വേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് 6 സ്ക്വയർ ഫീറ്റ് ആണ്. അത് ആവശ്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഏരിയ എന്ന് പറയുന്നത് 6 സ്ക്വയർ ഫീറ്റ് വേണം ഒരു കുട്ടിക്ക് ഇരിക്കാനായിട്ട്, ആ കുട്ടിയുടെ ഇരിപ്പിടത്തിന് വേണ്ടിയിട്ട്. അത് നീളം ഇൻറ്റു വീതി, നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ ഒരു ചെയർ വെച്ച് കഴിഞ്ഞാലും അതിന് എന്തുണ്ട്, ഏരിയ കാണാനായിട്ട് നമുക്ക് പറ്റും അല്ലെ. അതിന്റെ നീളവും വീതിയും നമ്മൾ ഇൻറ്റു ചെയ്താൽ അതിന്റെ ഏരിയ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ഇരിപ്പിടത്തിന്റെ ഏരിയ അതായത് 6 സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൊത്തം കാൽക്കുലേഷൻ എടുത്താൽ ഒരു ക്ലാസ് റൂമിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 100 ആയിരിക്കണം. ഓക്കെ, 100 ആയിരിക്കണം. എല്ലാ ക്ലാസ്സിലും അത് തന്നെയാണ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള സ്പേസ് എന്ന് പറയുന്നത് 40 സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം. ടീച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യില്ലേ, അവരുടെ ആ ഒരു വഴിയില്ലേ, പാത്തില്ലേ, അതിനെന്ത് വേണം, 40 സ്ക്വയർ ഫീറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് എന്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സീറ്റിംഗ് ഉൾപ്പെടെയുള്ള അവരുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് 40 സ്ക്വയർ ഫീറ്റ് തന്നെ വേണം. ദെൻ കുട്ടികളുടെ മെറ്റീരിയൽസ് ഒക്കെ സൂക്ഷിച്ചൊക്കെ വെക്കില്ലേ, ബുക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, റാക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു 20 സ്ക്വയർ ഫീറ്റും കൂടി വേണം. അപ്പൊ ഇങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിന്റെ കണക്ക് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ ആണോ? മനസ്സിലായല്ലോ സ്ക്വയർ ഫീറ്റ്? കുട്ടിക്ക് വേണ്ടത് എത്രയാണ്? 3x2 6 ആണ്. ടോട്ടൽ ക്ലാസ്സിന് വേണ്ടത് 100 സ്ക്വയർ ഫീറ്റ് ആണ്. ടീച്ചേഴ്സിന്റെ മൂവ്മെന്റിന് 40 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ സ്റ്റുഡന്റിന്റെ മൂവ്മെന്റിന് വേണ്ടി 40 സ്ക്വയർ ഫീറ്റ്, റാക്ക് സ്പേസിന് വേണ്ടിയിട്ട് 20 സ്ക്വയർ ഫീറ്റ് കേട്ടോ. അത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, സിറ്റിംഗ് അറേഞ്ച്മെന്റ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ, സിറ്റിംഗ് അറേഞ്ച്മെന്റ്.
തമ്പ് ചെയ്യണം കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോ തമ്പ് ചെയ്യാം. ഓക്കെ. സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ പറയുന്നത് എല്ലാ പാരന്റ്സും തങ്ങളുടെ ചിൽഡ്രൻസ് ക്ലാസ് റൂമിൽ സിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഫ്രണ്ടിലാവാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. നമ്മളും പാരന്റ്സ് തന്നെയാണ് അല്ലെ. നിങ്ങൾ ഓരോരുത്തരും എന്താണ് മാതാപിതാക്കളാണ്. അപ്പോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളുടെ കുട്ടി ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിക്കണം എന്ന് ഇല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കുട്ടി പഠിക്കാനാണോ? അല്ലല്ലേ. എല്ലാവരും ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിക്കാനാണ് എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുക. പക്ഷെ ഇങ്ങനെ ഓരോരുത്തരും പറയുമ്പോൾ എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്താനായിട്ട് സാധിക്കില്ല അല്ലെ. 4 അല്ലെങ്കിൽ 5 പേരെയാണ് എന്ത് ചെയ്യുക ഒരു ബെഞ്ചിൽ ഉൾക്കൊള്ളുക. അപ്പൊ അതിലും കൂടുതൽ കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇരുത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ ടീച്ചർക്ക് ഇക്കാര്യത്തിൽ സംശയം വരാം. എന്ത് ചെയ്യണം എന്നുള്ളൊരു മീനിങ് എന്താ മാം? എന്താണ് ഡ്യൂബിയസ് മീനിങ്? എന്തിന്റെയാണ് നമ്മള് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സിലെ ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ, ഡ്യൂബിയസ്? അത് തെറ്റാണെന്ന് തോന്നുന്നു. ഡൗട്ട്ഫുൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. സംശയം. അതെയോ മാം? ഓക്കെ മാം. അതായത് ടീച്ചർമാർക്ക് ഡൗട്ട് വരാമെന്ന്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ അവർക്ക് സംശയം വരാം ആരെ ഇരുത്തണം എന്നുള്ളൊരു കാര്യത്തില്. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് എന്താ പറയാ, കണ്ണിന് ഡിഫക്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും, ലൈറ്റ് ഡിഫക്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും, അതുപോലെ ഹിയറിംഗ് ഡിഫക്റ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും. കണ്ണിന് പ്രോബ്ലംസ് ഉള്ളത്, ചെവിക്ക് പ്രോബ്ലംസ് ഉള്ള കുട്ടികളൊക്കെ ധാരാളം ക്ലാസ്സുകളിൽ ഉണ്ടാകാം. അപ്പോ അവരെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം അവരെയൊക്കെ ബാക്കിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാല് അവർക്ക് എന്താണ് കേൾക്കാനും കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പൊ അവർക്ക് നമ്മൾ പ്രിഫറൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സിറ്റിംഗ് അറേഞ്ച്മെന്റ് നടത്തുക. ഓക്കെ. ഇനി അടുത്തത് ഹൈറ്റ് ഓർഡർ ആണ് കേട്ടോ. സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഷുഡ് ഹാവ് ടു ബി ചേഞ്ച്ഡ് വൺസ് ഇൻ എവറി വീക്ക്. അതായത് ഒരാഴ്ച എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമുക്കറിയാം, ഇപ്പൊ നമ്മൾ എന്താ പറയാ കണ്ടു വന്നതാണ് നമ്മളൊക്കെ അത്. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ എന്താ പറയാ ഒരാഴ്ച ഇടവിട്ട് കുട്ടികളെ മാറ്റാറുണ്ടല്ലേ നമ്മള്. അതായത് ഈ ആഴ്ച ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന കുട്ടികള് രണ്ടാമത്തെ ആഴ്ച ആകുമ്പോൾ സെക്കൻഡ് ബെഞ്ചിലേക്ക് പോകും, 3-ാമത്തെ ആഴ്ച ആകുമ്പോൾ തേർഡ് ബെഞ്ചിലേക്ക് പോകും. അപ്പൊ എല്ലാവർക്കും എന്ത് കിട്ടുന്നുണ്ട്, ഈക്വൽ ആയിട്ടുള്ള എന്താ പറയാ കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ അധികം പ്രശ്നങ്ങൾ വരില്ല. മാതാപിതാക്കളുടെ കയ്യിൽ, പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് ഒരു കംപ്ലൈന്റ് കേൾക്കില്ല. അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ എന്താ പറയാ ഈക്വൽ ആയിട്ട് കാണുന്നു എന്നുള്ളൊരു ഇത് അവിടെ വരുന്നതാണ്. ഇങ്ങനെ മാറ്റി മാറ്റി ഇരുത്തിയാൽ എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടല്ലോ, എല്ലാവർക്കും എന്താണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ നമ്മൾ അറേഞ്ച്മെന്റ് നടത്തേണ്ടത് റോവർ കോളംസ്, വരിയും നിരയും ഉണ്ടാവില്ലേ. അതായത് ഓരോ പാർട്ടായിട്ടല്ലേ. ഒരു ക്ലാസ് റൂമിൽ തന്നെ 2 സെക്ഷൻ ആയിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ 3 സെക്ഷൻ ആയിട്ടൊക്കെ കുട്ടികളെ നമ്മൾ ഇരുത്തിയിട്ടുണ്ടാവാം. അപ്പൊ അത് റോസ് ഓർ കോളംസ് അതിന്റെ ഒരു കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. 4 × 2 = 8 വേസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് റോസ് 4, ദെൻ കോളംസ് 2 അങ്ങനെ വെച്ചിട്ട് ഒരു കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ രണ്ടാമത്തത് ആൽഫബറ്റിക്കൽ ഓർഡർ ആണ് കേട്ടോ. അതായത് കുട്ടികളെ, സ്റ്റുഡൻസിന് നമ്മൾ അറേഞ്ച് ചെയ്തിരുത്തേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ ഇരുത്തേണ്ടത്. ഓക്കെ. ഇനി അതുപോലെ തന്നെ കോർണറിൽ വെച്ചിട്ട്, അതായത് 4 കോർണർ ഉണ്ട് അല്ലെ, ഒരു ക്ലാസ് റൂം ആവുമ്പോൾ 4 കോർണർ ഉണ്ട്. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് അറേഞ്ച്മെന്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. കുട്ടികളെ ഉൾക്കൊള്ളിക്കണം. ഓരോ മൂലയിലും നമ്മൾ ബെഞ്ചുകളും ഡെസ്കുകളും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദെൻ 3-ാമത്തെ പോയിന്റ് അറ്റൻഡൻസ് ഓർഡർ ആണ്. അറ്റൻഡൻസ് നമ്മൾ കുട്ടികളെ വിളിക്കുന്നത് എങ്ങനെയാണ്, ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചിട്ടാണ് അല്ലെ. അതിൽ A തുടങ്ങി Z വരെയുള്ള ലെറ്റേഴ്സ് നോക്കും. A തുടങ്ങിയിട്ട് ആരുടെയൊക്കെ പേരാണോ വരുന്നത് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഓർഡറിൽ കുട്ടികളെ അറ്റൻഡൻസ് വിളിക്കാവുന്നതാണ്. നമ്മളൊക്കെ അങ്ങനെ കടന്നു വന്നതാണ്, അതുകൊണ്ട് അതിനകത്തൊന്നും ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. ദെൻ 4th വൺ റാങ്കിങ് മെത്തേഡ്സ് ആണ്.
ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ. റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇൻ സം സ്കൂൾസ് ഗ്രേഡ് ഗിവിംഗ് മെത്തേഡ്സ് ആർ ആപ്റ്റ്. ചില സ്കൂളുകൾ റാങ്കിങ് മെത്തേഡിന് പകരം എന്ത് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്? ഗ്രേഡ് മെത്തേഡ് അല്ലെങ്കിൽ ഗ്രേഡുകൾ കൊടുക്കുന്നുണ്ട്. റാങ്ക് എന്ന് പറയുന്നത് മാർക്കാണല്ലോ. മാർക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയിട്ട് കുട്ടികളെ ഓരോ റാങ്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. എന്നാൽ അതിന് പകരമായിട്ട് ഗ്രേഡിലേക്ക് വരുമ്പോൾ എന്താകും? ഇത്ര പെർസെന്റേജ് അല്ലെങ്കിൽ അതായത് ഒരു എന്താ പറയാ ഒരു 80-നും 90-നും അല്ലെങ്കിൽ 90-നും 100-നും ഇടയിൽ മാർക്ക് മേടിച്ച കുട്ടികൾക്ക് എ ഗ്രേഡ് കൊടുക്കുന്നു. അതുപോലെ തന്നെ 80-നും 90-നും ഇടയിൽ മാർക്ക് മേടിച്ച കുട്ടികൾക്ക് ബി ഗ്രേഡ് കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രേഡിംഗ് സംവിധാനം സ്കൂളുകളിൽ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഏകദേശം റാങ്കിങ് സമ്പ്രദായത്തിന്റെ പോലെ തന്നെ സിമിലർ ആണ് ഗ്രേഡിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ അതിന് വലിയ എന്താ പറയാ ഉപയോഗം ഇല്ലെന്നാ പറയാ. രണ്ടും ഒരേപോലെ തന്നെയാണ്, അധികം വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോ ആ ഒരു രീതി അവിടെ പറയുന്നുണ്ട്. ഞാൻ അടുത്തത് യൂണിഫോംസ് ആണ് കേട്ടോ. യൂണിഫോംസ് ഒന്ന് വായിക്കാം. റിജോ, അതൊന്നും എടുത്തിട്ട് മറ്റേത് ഇപ്പൊ കാണിക്കണം. മറ്റേത് PDF ഞാൻ പറഞ്ഞു എനിക്ക് വിളിക്കാം. ഓക്കെ, യൂണിഫോംസിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ കേട്ടോ. എല്ലാവരും യൂണിഫോം ധരിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് സ്കൂളുകളിൽ. പിനോഫോംസ് ആൻഡ് സ്ലാക്സ് ആർ ദ യൂണിഫോംസ് ഫോർ ഗേൾസ്. ഗേൾസിന്റെ യൂണിഫോംസ് എന്ന് പറയുന്നത് ഒന്ന് പിനോഫോംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ലാക്സ് വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഗേൾസിന് ഉപയോഗിക്കുക. ഹാഫ് പാൻസ് ആൻഡ് സ്ലാക്സ് ആർ ഗിവൺ ഫോർ ബോയ്സ്. ഇനി ബോയ്സിനാണെങ്കിൽ ഹാഫ് പാന്റുകളും അതുപോലെ തന്നെ സ്ലാക്സും യൂസ് ചെയ്യുന്നുണ്ട്. Then kerchief and ribbons are also given with the uniforms. യൂണിഫോംസിന്റെ കൂടെ കർച്ചീഫും റിബണും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Then tie and shoes are not necessary in warm countries like India. അതായത് ഉഷ്ണ രാജ്യങ്ങളായ, അതായത് കുറച്ച് ചൂട് കൂടുതലുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഹോട്ട് ആയിട്ടുള്ള, നമ്മളൊക്കെ എന്താണ് വാം കൺട്രീസ് എന്നാണ് അറിയപ്പെടുക അല്ലെ. അപ്പോ ആ നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ഷൂവും അല്ലെങ്കിൽ ടൈയും ഒന്നും നിർബന്ധമല്ല എന്നാണ് പറയുന്നത് കേട്ടോ. നിർബന്ധമില്ല. നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ എന്താ പറയാ ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും ഷൂകളൊക്കെ നിർബന്ധമാണോ? ഒരിക്കലും അല്ല അല്ലെ. സ്റ്റേറ്റ് സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ടൈയും അതുപോലെ ഷൂ എന്ന് പറയുന്നത് ചില സമയത്ത് കുട്ടികൾക്ക് ബാഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് അതിനകത്ത് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഇതിനകത്ത് അവർക്കത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നോക്കിയേ നിങ്ങള് പെൺകുട്ടികളുടെ യൂണിഫോം ആണ് പറയുന്നത് കേട്ടോ. എന്താണ് പിനോഫോംസ് ആൻഡ് സ്ലാക്സ് എന്ന് പറഞ്ഞാല്? പിനോഫോംസ് വള്ളിയുള്ള ടൈപ്പ്. ആ, വള്ളിയുള്ള ടൈപ്പ് ആണ് അല്ലേ. സ്ലാക്സ് ആണെങ്കിലോ അതിനെന്താ പേര് പറയാറിയില്ല. ഈ ട്രൗസറുമ വള്ളിയായിട്ട് അങ്ങനത്തെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. റിജോ, നേരത്തെ ഞാൻ പറഞ്ഞ സ്പോട്ട് ലൈറ്റ് ഇതാണ് കേട്ടോ. ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്യുന്ന സ്പോട്ട് ലൈറ്റ് നോക്കി നിങ്ങൾ ലാസ്റ്റ് 1, 4th 1, then 3rd 1 ഒക്കെ കണ്ടോ?
കാണുന്നുണ്ടോ പിക്ചർ? ഇതാണ് സ്പോട്ട് ലൈറ്റ്. ഓക്കെ, then this is slacks. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലേ? നമ്മൾ ബോയ്സിനും അതുപോലെ തന്നെ ഗേൾസിനും ഈ ഒരു ഡ്രസ്സ് നമ്മൾ കാണാറില്ല ഇട്ടിട്ട്. ടീച്ചറേത് ചെറിയ വലിയ കുട്ടികൾക്കല്ലേ, ചെറിയ കുട്ടികൾക്ക് സൈസ് യൂസ്ഫുൾ ആണ്. ചെറിയ സ്കൂൾ നമ്മൾ പറയുന്നുണ്ട്, അങ്ങനെ പറയുന്നതാണ്, പൊതുവെ പറയുന്നതാണ്. ഉണ്ട്, അതായത് വലുത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികൾക്കല്ല, കുറച്ചും കൂടി മുതിർന്നവർക്ക്. ദെൻ പിനോഫോംസ് ഇതാണ് കേട്ടോ, ഇത് കാണുന്നുണ്ടോ? ഇതിനാണ് പിനോഫോംസ് എന്ന് പറയാ കേട്ടോ. പിന്നെ ഹാഫ് പാൻസ് അറിയാലോ നിങ്ങൾക്ക്, ബോയ്സിന് ഉപയോഗിക്കുന്ന ഹാഫ് പാൻസ്. ഓക്കെ, റിജോ താഴെയുള്ള പോയിന്റുകൾ നിങ്ങൾ റീഡ് ചെയ്തായിരുന്നോ? 1 to 9 റീഡ് ചെയ്തായിരുന്നോ? ഒന്ന് റീഡ് ചെയ്തോളൂ, റീഡ് ചെയ്തോളൂ. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, അതായത് യൂണിഫോം കുട്ടി ക്ലാസ്സിൽ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ, വിയർ ചെയ്തിരിക്കണം. ഈ കുട്ടി ക്ലാസ് റൂമിൽ യൂണിഫോം ധരിച്ചു വന്നിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ടീച്ചേഴ്സിനാണ്. ടീച്ചേഴ്സ് ലൈബിൾ ആണ്, അതായത് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടീച്ചർക്ക് അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനായിട്ട്. ഒരു കുട്ടി ക്ലാസ്സിൽ യൂണിഫോം ധരിച്ചു വന്നില്ല എങ്കിൽ അത് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ സ്കൂളിന്റെ അതോറിറ്റി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, ആ കുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് കുട്ടി യൂണിഫോമിൽ വന്നില്ല എന്ന് ചോദിക്കും അല്ലെ. അപ്പൊ കുട്ടിക്ക് എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ല എന്നാണ് കുട്ടിയുടെ ആൻസർ എങ്കിൽ അത് തീർച്ചയായിട്ടും സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറെ ആയിരിക്കും അത് കൂടുതൽ എഫക്ട് ചെയ്യുക. കാരണം ടീച്ചർ ശരിയായിട്ടുള്ള കാര്യം കുട്ടികളെ പറഞ്ഞ് ധരിപ്പിക്കാത്തത് കൊണ്ടാണ് കുട്ടി ചിലപ്പോ കളർ ഡ്രസ് ഇട്ട് വന്നിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം ടീച്ചർക്കാണെന്നാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, യൂണിഫോമിന്റെ കൂടെ ചില കർച്ചീഫുകൾ അതുപോലെ റിബൺസ് ഒക്കെ ഉണ്ടാകും. കണ്ടിട്ടില്ലേ നിങ്ങൾ ഇവിടെ കെട്ടുന്നത്? ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. കർച്ചീഫ്, റിബണുകൾ അതൊക്കെ യൂണിഫോമിന്റെ കൂട്ടത്തിൽ ഉണ്ടാകും. ദെൻ അതുപോലെ തന്നെ
കുട്ടികളില് എന്താ പറയാ അവര് എല്ലാ കാര്യങ്ങളും ചില കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. അവരുടെ ചില വസ്തുക്കളുണ്ട്, ലൈക്ക് ടിഫിൻ ബോക്സ്, കുട്ടികളുടെ ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ ചപ്പൽസ്, ബാഗ്, വാട്ടർ ക്യാൻ, പെൻസിൽ ബോക്സ്, സ്ലൈറ്റുകൾ, ഇതൊക്കെ അവർ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് സ്കൂൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ. നാലാമത്തെ പോയിന്റ് ബാഡ്ജസ്, ടൈ, ബെൽറ്റ്. അതുപോലെ തന്നെ പുതിയൊരു മെത്തേഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് പിൻ ചെയ്യും യൂണിഫോമിന്റെ കൂടെ അല്ലെ, ആ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡ്രോബാക്ക് ഓഫ് ഷൂസ്, അതായത് ഇവിടെ ഡ്രോബാക്ക് ഓഫ് ഷൂസ് എന്ന് പറഞ്ഞാല് ഷൂസിന്റെ വശങ്ങളാണ്. എന്താണ് ഷൂസ് ധരിച്ചാലുള്ള ബാഡ് എഫക്ട് എന്താണ് ഉണ്ടാവുക കുട്ടികൾക്ക്? നിങ്ങളൊന്ന് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ഷൂസ് ധരിക്കുന്നുണ്ടാവുമല്ലോ. ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. എന്റെ മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷൂ ഇടുന്നത്, വിത്ത് സോക്സ് ആവുമ്പോ പ്രത്യേകിച്ചും. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ടൈം ഇഴുകിയിരുന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ ഇന്റേൺഷിപ്പിന് പോയ സ്കൂളിൽ ഷൂവും സോക്സും കുട്ടികൾ ധരിക്കുന്നുണ്ട്. LKG-യിലാണ് ഞാൻ പോയത്. അപ്പൊ അവിടുത്തെ കുട്ടികളിൽ കുറച്ച് ഒരു ഉച്ചയാവുമ്പോ, ഇപ്പൊ ഓക്കെ ഈ ഒരു മാസം ഒക്കെ ആയിരുന്നു, കുറച്ച് മുന്നേ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾ കാണിക്കുന്നത്. ഉച്ചയാവുന്നതോടുകൂടി കുറെ പേര് സോക്സ് ഊരി വെക്കും ബാഗില്, അത് വേർത്തിട്ടും ആകെ ഇറിറ്റേറ്റഡ് ആണ് അവര്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷൂ സോക്സ് പരിപാടി വേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പോ ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഡ്രോബാക്ക് ഓഫ് ഷൂസ് കേട്ടോ. Then sixth point, about the latecomers, there are two types of latecomers. രണ്ട് തരത്തില് വൈകി വരുന്നവരുണ്ട്. നമുക്ക് അവരെ രണ്ട് തരത്തില് ഇതാക്കാൻ പറ്റും. അതായത് ഒന്ന് റെഗുലർ ലേറ്റ് കമേഴ്സ്, സ്ഥിരമായിട്ട് വൈകി വരുന്ന കുട്ടികൾ ഉണ്ടാവാം സ്കൂളുകളിൽ അല്ലെ. അതുപോലെ തന്നെ ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ്, ഇടയ്ക്കിടയ്ക്ക് ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികൾ ഉണ്ടാവും. നമ്മൾ കാണാറില്ല, അതായത് സ്ഥിരമായിട്ട്, അതായത് സ്ഥിരം അവൻ ചിലപ്പോൾ ബെല്ലടിച്ചിട്ടായിരിക്കും വരിക. അതിന്റെ പതിവ് അതാണ്. ടീച്ചേഴ്സിനൊക്കെ നോട്ടപ്പുള്ളി ആയിട്ടുണ്ടായിരിക്കും അയാള് കേട്ടോ കുട്ടി. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആയി വരുന്നവരും ഉണ്ട്. അപ്പൊ രണ്ട് തരത്തിൽ നമ്മൾ ഇങ്ങനെ വൈകി വരുന്നവരെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. Then about tearing up of books and notebooks, അതുപോലെ തന്നെ നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും കെപ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ദെൻ അതുപോലെ തന്നെ പേപ്പറുകള്, കുട്ടികള് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ മിസ്സാവും അവർക്ക്. അത് പേപ്പർ ആവാം, പെൻസിൽ ആവാം, സ്ലേറ്റ് പെൻസിൽ ആവാം. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മെനി ഓഫ് ദ പാരന്റ്സ് ആർ ആംഗ്രി വെൻ ദ ചിൽഡ്രൻ ഓഫൺ ആസ്ക് their parents to buy the pencil. Sometimes they put the responsibilities on the teachers and blame them. അതായത് എപ്പോഴും കുട്ടികൾക്ക് ലോസ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് പെൻസിൽ എന്ന് പറയുന്നത് അല്ലെ. പെൻസിലുകളൊക്കെ എപ്പോഴും, അതിപ്പോ എന്താ പറയാ, റൂൾ പെൻസിൽ ആകാം, അല്ലെങ്കിൽ സ്ലേറ്റ് പെൻസിൽ ആവാം. ഈ കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവരത് സൂക്ഷിക്കില്ല. നമ്മൾ സ്കൂൾ ഓപ്പണിങ്ങിന്റെ ഒക്കെ സമയത്ത് ചിലപ്പോൾ ഒരു ബോക്സ് ആയിരിക്കും വാങ്ങുക, അല്ലെങ്കിൽ കുറെ ബോക്സുകൾ നമ്മൾ വാങ്ങും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മാസം കഴിയുമ്പോഴത്തേനും ആ ബോക്സ് മൊത്തം തീരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എന്റെ എക്സ്പീരിയൻസ് ആണ്. എന്താ ബോക്സ് മാത്രം ഉണ്ടാവും, പെൻസിലൊന്നും ഒരെണ്ണം ഉണ്ടാവില്ല ഒരു മാസം കഴിയുമ്പോഴേ. ഒരു മാസം കഴിയുമ്പോഴത്തെ അത് മേടിക്കുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അവർക്ക്, സൂക്ഷിച്ചിരിക്കാനും. കട്ടറയും കൂടെ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട, അതിങ്ങനെ ചെയ്ത് അത് മൊത്തം അത് തീർക്കും. അതല്ലെങ്കിൽ അതുപോലെ തന്നെ അത് കൊണ്ടുപോയി കഴിഞ്ഞാല് തിരിച്ചു വൈകുന്നേരം വരുമ്പോൾ എന്റെ പെൻസിൽ ഉണ്ടാവില്ല, എനിക്ക് പെൻസിൽ വേണം, അല്ലെങ്കിൽ പുതിയത് മേടിക്കണം എന്ന് പറയും. അപ്പൊ എന്താണ്, എന്ത് പറ്റി, ഇന്നലെ എല്ലാവരും എടുത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് കാണില്ല എന്ന് പറയുള്ളൂ. അതൊന്നും അവിടെ കാണില്ല. അല്ലെങ്കിൽ അത് കട്ടെടുത്തുണ്ടോ, ആരെങ്കിലും മോഷ്ടിച്ചുണ്ടോ എന്നൊക്കെ പറയും. അത് കാണില്ല. പെൻസിൽ ഞങ്ങൾ ഇവിടെ വച്ചേക്കുവാ, കുട്ടികൾ വീട്ടിൽ നിന്ന് പെൻസിൽ കൊണ്ടുവരണ്ട. പെൻസിൽ അപ്പൊ അത് ഒരേപോലത്തെ പെൻസിൽ തന്നെ, അപ്സരയുടെ തന്നെ നല്ല ഡാർക്ക് പെൻസിൽ ഉണ്ടല്ലോ, അത് മേടിച്ച് എല്ലാവർക്കും പറ്റേക്കുവാ. അതല്ലെങ്കിൽ പെൻസിലിന്റെ കളർ, അതിന്റെ വെറൈറ്റി ഇതൊക്കെ ഉണ്ടല്ലോ, ഡിസൈൻസ് ഒക്കെ, അതിന് വേണ്ടിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടും. അതുകൊണ്ട് നമ്മൾ ആ പെൻസിൽ നമ്മൾ മേടിക്കുക, പെൻസിൽ റബ്ബർ ഒന്നും അവർ കൊണ്ടുവരണ്ട. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് നമ്മൾ അവിടെയുള്ള ടീച്ചേഴ്സ്മാരെ കുറ്റം പറയാ അല്ലെ. നമ്മൾ പറയുന്നത് ഇപ്പൊ സ്കൂളിൽ അങ്ങനെയാണ് അല്ലെ. ടീച്ചർ, നിങ്ങളുടെ ടീച്ചർ എന്തിനടക്കൊന്നും ശ്രദ്ധിക്കില്ല, ചില കാര്യങ്ങളൊക്കെ മോഷണം പോകും അല്ലെങ്കിൽ മോഷ്ടിക്കും. അപ്പൊ എന്താ പറയാ, സ്കൂൾ ബാഗുകളൊക്കെ ചിലപ്പോൾ കുട്ടികൾ വന്ന് തുറന്നിട്ട് എടുത്തുകൊണ്ടൊക്കെ പോകുന്ന കേസുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള സ്കൂളുകളും ഉണ്ട്. സാധാ സ്കൂളുകളൊക്കെ അങ്ങനെയാണ്, ബാഗ് തുറന്ന് ഓപ്പൺ ആയിട്ട് കിടക്കുവാണല്ലോ, ബാഗ് തുറന്നിട്ട്
ബോക്സോ അല്ലെങ്കിൽ ബോൾ പെൻസിലോ പേനയോ ഒക്കെ എടുത്തിട്ട് പോകുന്ന കേസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എന്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞാണ്, അമ്മ എനിക്കൊരു എന്താ പറയാ കീ മേടിച്ചു തന്നെ, ബ്ലോക്കും മേടിച്ചു തന്നെ എന്റെ ബാഗ് കൂട്ടാനായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ്? അപ്പോ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന പെൻസിലൊക്കെ ആരോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, എന്റെ ബോക്സിൽ നിന്ന് സാധനങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ പറയും എന്റെ ടീച്ചർ എന്തെടുക്കുക, അവിടെ നിന്ന് ശ്രദ്ധിക്കുക, ടീച്ചറോട് പറഞ്ഞില്ലേന്ന് ചോദിക്കും. ഞാൻ ചോദിക്കും ടീച്ചറോട് കംപ്ലൈന്റ് കൊടുത്തില്ലേന്ന് ചോദിക്കും. അപ്പോഴവൻ പറയും ടീച്ചറോട് പറഞ്ഞു, ടീച്ചർ അവനെ ഒന്ന് പിണങ്ങി, അല്ലെങ്കിൽ ആരാണെന്ന് അറിയാൻ പറ്റില്ല, ചിലപ്പോ ഇവന് ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ ഒരു വ്യക്തിയാണ് എടുത്തുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടിയാണെന്ന്. പക്ഷെ ഇപ്പൊ പിണങ്ങിയിട്ടുണ്ടാവാം, പക്ഷെ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ടീച്ചറെയാണ് ബ്ലെയിം ചെയ്യുക, അത് ശ്രദ്ധിക്കാനിട്ടാണ്. അവര് ആ കുട്ടിയുടെ വാൺ ചെയ്യാത്തോണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുന്നതെന്ന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ധാരാളം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ലീവ് ലെറ്ററിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ലീവ് ലെറ്റർ ചിൽഡ്രന്റെ കയ്യിൽ, കുട്ടികളുടെ കയ്യിൽ നിന്ന് കറക്റ്റ് ആയിട്ട് മേടിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും അവിടെ പറയും. ഓക്കെ, ആ 9 പോയിന്റ് ആണ് അവിടെ ഉള്ളത്. ദെൻ അടുത്തത് നിങ്ങളൊന്ന് നോക്കിയേ, ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്, ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്. To bring out the individual talented period in a day is shared to a student of the class. Likewise, this chance is given to every student. She is declared as a heroine of the day. അതായത് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജപ്പാനിലാണ് ഈ ഒരു ക്ലാസ്സുകള് ആദ്യമായിട്ട് രൂപം കൊണ്ടത് കേട്ടോ, ജപ്പാനില്. നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളും ചിലയിടത്ത് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, അതായത് ജപ്പാനിൽ ഇതിൽ കൊണ്ടുവന്നത് എന്തിന്റെ ബേസിലാണെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്, പഠനത്തിലൊക്കെ വീക്ക് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഡിസബിലിറ്റീസും കാര്യങ്ങളൊക്കെ കുട്ടികളുണ്ട്. അപ്പൊ അവരെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ഇടയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണത് കേട്ടോ, ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാല് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ധാരാളം കുട്ടികൾക്കുണ്ട്. അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പേഴ്സണൽ ആയിട്ട് സ്കില്ലുകൾ ഉണ്ടാകും. ആ സ്കില്ലുകള് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ്സിലെ ഒരു നിശ്ചിത ടൈം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കും, ഒരു പീരീഡ് തന്നെ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കും. ആ പീരീഡില് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് സമയത്ത് അവരുടെ കഴിവുകൾ അവർക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അതായത് അവരുടെ തന്നെ കഴിവിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് മുൻനിരയിലുള്ള കുട്ടികളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഇവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ജാപ്പനീസുകാര് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണത്. അപ്പൊ കുട്ടികൾക്ക് എന്താണ്, കുട്ടികളുടെ സ്കില്ല് മെച്ചപ്പെടുത്താം, അതുപോലെ തന്നെ തങ്ങൾക്ക് കഴിവൊന്നുമില്ല അല്ലെങ്കിൽ തങ്ങള് എല്ലാ രീതി കൊണ്ടും ബാക്ക്വേർഡ് ആണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ധാരണ മാറ്റിയെടുക്കാം, മറ്റു കുട്ടികളുടെ ഇടയിൽ അവരെ കൊണ്ട് നിർത്താം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡെവലപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് എല്ലാവർക്കും ഈ ഒരു അവസരം നൽകുന്നുണ്ട്. ഇന്ത്യൻ സ്കൂളുകളായാലും ഇത് നടപ്പിലാക്കുമ്പോൾ ഒരാൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് മാത്രമല്ല ഇത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അവരുടെ കഴിവ് പുറത്തെടുക്കാനുള്ള ചാൻസ് ഈ ഒരു ക്ലാസ്സിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, അവിടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ടാലന്റുകളോടെ പെർഫോം ചെയ്യുന്ന കുട്ടികളെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആയിട്ടാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ല എല്ലാവർക്കും? ഈ ഒരു ചാപ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും മാക്സിമം ശ്രമിക്കാം. പറയട്ടെ, ഞാൻ എല്ലാവരും ചെയ്യാൻ തയ്യാറാണോ എന്ന് എനിക്ക് അറിയില്ല, എന്നാലും പറയട്ടെ. നിങ്ങൾ ഒരു ക്ലാസ് റൂമിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. പറ്റുമോ? റൂമിന്റെ സ്ട്രക്ചർ നിങ്ങൾ വരയ്ക്കണം. ഞാനിപ്പോ പറഞ്ഞില്ലേ ടേബിളുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെയാണോ ടീച്ചറെ? എന്താ ടീച്ചർ പറഞ്ഞ അതേ അളവിൽ തന്നെ ഒന്ന് ചെയ്തു നോക്ക്, ഒന്ന് ശ്രമിച്ചു നോക്ക്. നമ്മൾക്ക് എന്താണ് ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഇവിടെ നമുക്ക് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. രാശിയാണ്. എന്താണ്
മാം ഒരു മോഡൽ എന്ത് വരയ്ക്കാനാണ് പറഞ്ഞു മാം? ക്ലാസ് റൂമിന്റെ സ്ട്രക്ചർ മോഡൽ ഒന്നും ആവശ്യമില്ല, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വരച്ചാൽ മതി. പിന്നെ അതിന് ജി ഷേപ്പ്, യു ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ആവണമെന്നില്ല, സ്ക്വയർ ഫീറ്റ് ഒന്നും നിങ്ങൾ കണക്കാക്കണ്ട. ജസ്റ്റ് ആ ഒരു ഐഡിയ വെച്ചിട്ട് മാത്രം അതിന്റെ ഒരു സ്ട്രക്ചർ. കുട്ടികൾ സിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ടീച്ചർ അവിടെ നടക്കുന്നു, അങ്ങനെയുള്ളൊരു പിക്ചർ വരയ്ക്കാനായിട്ട് സാധിക്കും. എത്ര പേർക്ക് പറ്റും അത് ആദ്യം അറിയട്ടെ. ബ്ലാക്ക് ബോർഡ് സാറേ ശ്രമിക്കാം മാം, ശ്രമിക്കാം, കഴിവിനനുസരിച്ച് ഒന്ന് ശ്രമിച്ചു. മിസ് A3 പേപ്പറിലാണോ അതോ A4 പേപ്പറിലാണോ ചെയ്യേണ്ടത്? നമ്മളിത് A4 ഷീറ്റില് ഒതുങ്ങും. അത് A4 ഷീറ്റിൽ ചെറുതാവും, ചെറുതായിട്ടേ പറ്റുള്ളൂ. അപ്പൊ വിട്ടു പോകുന്നോ? ഹൗസിന്റെ സ്ട്രക്ചർ അല്ല കേട്ടോ, ക്ലാസ് റൂമിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ വേണ്ടത്. ഒരു ക്ലാസ് റൂം, അവിടെ കുട്ടികൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പല ഐഡിയാസ് അവിടെ ഉപയോഗിക്കാം. ഞാനിപ്പോ പറഞ്ഞ ടീച്ചർ നടക്കുന്നു എന്ന് പറഞ്ഞു, അത് വേണം ടീച്ചർ നിൽക്കുന്നതായിട്ടായിരിക്കും ചിലപ്പോൾ അതിനകത്ത് വരിക. ഇനി അത് വേണ്ട, ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നു. ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ എങ്ങനെയാണ്, ഒരു സൈഡ് തിരിഞ്ഞല്ലേ, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് പുറം മാത്രം കാണിച്ചുകൊണ്ടല്ലോ നിൽക്കുന്നേ, ഒരു സൈഡ് തിരിഞ്ഞിട്ടാണ് ടീച്ചർ പഠിപ്പിക്കുക. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അത് വരയ്ക്കാം. അതുപോലെ തന്നെ ആ ഒരു യു ഷേപ്പിലോ ജി ഷേപ്പിലോ ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വരയ്ക്കാം. ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ഒന്നും ആവണം എന്നില്ല, ജസ്റ്റ് നിങ്ങളെ കൊണ്ട് ആകുന്ന രീതിയിലൊന്ന് വരയ്ക്കാം. പറ്റും? എത്ര പേർക്ക് പറ്റും അതൊന്നും ആദ്യം പറയൂ. ക്ലാസ് റൂമിൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു റാക്ക് മതി, ഒരെണ്ണം, ഒരു റാക്ക്. ജസ്റ്റ് 2 റോ ആയിട്ട് അല്ലെങ്കിൽ 2 ഇതായിട്ട് വരയ്ക്കുക. അതായത് 2 ഭാഗത്തും കുട്ടികൾ ഇരിക്കുന്നു, ഒരു ഭാഗത്ത് പെൺകുട്ടികൾ, ഒരു ഭാഗത്ത് ആൺകുട്ടികൾ. ദെൻ നടുവിൽ ടീച്ചർ നിൽക്കുന്നത്, അല്ലെങ്കിൽ ബോർഡിന്റെ വശത്തായിട്ട് ടീച്ചർ നിൽക്കുന്നത് വരയ്ക്കാം. അതുപോലെ തന്നെ റാക്ക് വരയ്ക്കാം. റാക്കില് ബുക്സുകളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, കളർ ചെയ്യാവോ? വേണമെങ്കിൽ കളർ ചെയ്യാം. ഡ്രോയിങ്, കുട്ടികളുടെ ഒക്കെ ഡ്രോയിങ് ബുക്ക് ഉണ്ടെങ്കിൽ, പഴയ ഡ്രോയിങ് ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഷീറ്റ് എടുക്കാവുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്, കളർ ചെയ്യാനൊക്കെ പറ്റും. മറ്റേ A4 ഷീറ്റ് ഒക്കെ ആവുമ്പോൾ എന്താ പറയാ, ചിലപ്പോ നമുക്ക് നന്നായിട്ട് കിട്ടിയെന്ന് വരില്ല, കളർ ചെയ്യാനും മറ്റൊക്കെ വിട്ടൊക്കെ പോയാലോ. ഡ്രോയിങ് ബുക്ക് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള പേപ്പർ ഉപയോഗിക്കുക വരയ്ക്കുമ്പോൾ കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണോ? സിയ ജോബി ഓക്കെ ആണോ? തീർച്ചയായും. അത് വരയ്ക്കുക, അത് അസൈൻമെന്റ് ആയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുക. മാർക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ എനിക്ക് ഇപ്പൊ തോന്നിയ ഒരു ആശയമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൂടാ? കാരണം നമുക്ക് സ്ക്വയർ ഫീറ്റും ഷേപ്പും എല്ലാ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. ചാപ്റ്ററിന്റെ പേര് തന്നെ സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് അത് വരച്ചുകൂടാ? വരയ്ക്കാമല്ലോ നിങ്ങൾക്ക്. ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനകത്തൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഡ്രോയിങ് ചെയ്യാം. ഓക്കെ. ഞാനേ കുഞ്ഞിന് വേണ്ടിയിട്ടൊരു ചെറുതായിട്ടൊരു പടം സ്കൂളിൽ വരച്ചു കൊടുത്തായിരുന്നു. ഇതുപോലെയാണെന്നൊന്ന് പറയാമോ? വീഡിയോ എല്ലാരും മോളെ ബ്ലാക്ക് ആയിട്ട് കാണുന്നടാ. ഒന്ന് അകത്തി പിടിക്കാവോ? അടിപൊളിയാണല്ലോ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട് സംഭവം കേട്ടോ. ഇതേപോലെ തന്നെയാണ്. ഞാൻ കുറച്ച് കുട്ടികളുടെ എണ്ണം കൂട്ടി, അതായത് കുറച്ച് ബെഞ്ചുകളുടെ കാര്യങ്ങളുടെ കാര്യം ഞാൻ കൂട്ടിയെന്നുള്ളൂ കണ്ടോ. വിനീത കാണിക്കുന്നുണ്ട്. ഒന്നും കൂടി കാണിക്കൂ വിനീത, ഒന്നും കൂടി കാണിക്കൂ കേട്ടോ. ഷെറിന് കാണുന്നില്ലേ? ഷെറിനെ ഇല്ല മിസ്, എന്റെ നെറ്റിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട്. ഒന്നും കാണാറില്ല, മുന്നേ കാണിക്കണത് ഒന്നും കാണാറില്ല. ഒന്ന് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് റെക്കോർഡ് ക്ലാസ് കാണുമ്പോ ഒന്ന് നോക്കിട്ടോ, ലാസ്റ്റ് വന്നൊന്ന് നോക്ക്, അപ്പൊ കാണാൻ പറ്റും. ഞാൻ ഗ്രൂപ്പിലിടാം ഫോട്ടോ എടുത്തിട്ട്. ഗ്രൂപ്പിൽ ഇട്ടാ മതി. എന്നാ ഷെറിന് കാണാൻ പറ്റുന്നില്ല, അപ്പൊ ഒന്ന് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ഇതേപോലെ തന്നെ കുറച്ച് എന്താ പറയാ, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യിക്കുക, കുറച്ചും കൂടി കാര്യങ്ങള്. പിന്നെ ഇത് ഇതേപോലൊക്കെ തന്നെയാണ്, പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യാനകത്ത് കേട്ടോ. കുറച്ചും കൂടി സിറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് അതിനകത്ത് നടത്താം.
റാങ്ക് നമുക്ക് വരയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നത്തേക്കാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? നെക്സ്റ്റ് ഫ്രൈഡേക്കുള്ളിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് ഫ്രൈഡേ കേട്ടാ. ഈ യൂട്യൂബ് ജി ഷേപ്പ് അങ്ങനെ തന്നെയാണോ? ആദ്യം നിങ്ങൾ റഫായിട്ടൊന്ന് നോക്കുക, നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്താലൊക്കെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ ഗൂഗിളിൽ എങ്ങനെയാണ് യു ഷേപ്പ് ജി ഷേപ്പും വരുന്നത്. ഇനി അങ്ങനെ വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ വിനീത കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതുപോലെ ചെയ്താൽ മതി. പക്ഷെ അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഡിഫറൻസ്, അതായത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. ആരും സൈനിങ് ഓഫ് പറയുന്നില്ല. സൈനിങ് ഓഫ് ഇന്ന് ആരും ഇല്ല. ലെഫ്റ്റ് ആയോ? ഞാൻ പറയണോ?